ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ജയറാമിൻ്റെയും പാർവതിയുടെയും മകനായ കാളിദാസ് ജയറാം ഇന്ന് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് വിവാഹിതനാകാൻ പോവുകയാണ്. ചരിത്ര മേഖലയിൽ നിന്നും വമ്പൻ താരനിര തന്നെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഗുരുവായൂർ അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിൽ പ്രമുഖ നടനായ നമ്മുടെ ജയറാമും പാർവതിയും അതുപോലെ തന്നെ ചക്കിയും എല്ലാവരും തന്നെ അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായ മുഹമ്മദ് റിയാസ് എന്നിവരെല്ലാം തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകാദശിയുടെ സമയമായതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ഭക്തരും ഇപ്പോൾ കല്യാണത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഗുരുവായൂർ അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ പണിപ്പെട്ടാണ് പോലീസ് ആൾക്കാരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മുടെ ജയറാമും പാർവതിയും അതുപോലെ തന്നെ കാളിദാസ് ജയറാം എല്ലാം അമ്പലത്തിലെത്തിയിരിക്കുന്നവർ വിവാഹത്തിന്റെ ചടങ്ങിനായി ഇതാ അമ്പലത്തിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ ആദ്യമായിട്ട് നമുക്ക് ഇതാ വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ ലൈവായി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. താരണിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ എല്ലാം തന്നെ വിവാഹത്തിന്റെ രീതിയിൽ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാവരും തന്നെ ഈ ചടങ്ങിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാളിദാസ് ജയറാമിനും താരണിക്കും പ്രണയ സാഫല്യം ഉണ്ടായിരിക്കുകയാണ്. ഏതാനും വർഷത്തെ പ്രണയത്തിന് ശേഷം കാളിദാസ് ജയറാം താരണിയുടെ കഴുത്തിൽ താലി ചാർത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. 1992 സെപ്റ്റംബർ 7 ഇതേ വിവാഹ മണ്ഡപവേദിയിൽ വെച്ച് തന്നെയാണ് നമ്മുടെ സുപ്രസിദ്ധ ചലച്ചിത്ര താരം ജയറാം പാർവതിക്ക് താലി ചാർത്തിയ അതേ സ്ഥലത്ത് വെച്ച് തന്നെ മകൻ കാളിദാസൻ 2024 ഡിസംബർ 8 താരണിക്ക് താലി ചാർത്തി തൻ്റെ നവവധുവായി ഒപ്പം കൂട്ടിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാവരും ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവാഹത്തിൻ്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലൈവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ വളരെ വലിയ ഒരു ജനത്തിരക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും ഒരുപാട് തീർത്ഥാടകരാണ് ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു തിരക്കും അതുപോലെ തന്നെ ജയറാമിൻ്റെ മകൻ കാളിദാസ് ജയറാം എന്ന താരപുത്രൻ്റെ കല്യാണം കാണാൻ വന്ന ജനങ്ങളുടെ ഒരു തിരക്കും എല്ലാം കൂടി ആവുമ്പോൾ ഗുരുവായൂരിൽ വമ്പിച്ച ഒരു ജനത്തിരക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ പണിപ്പെട്ടാണ് പോലീസ് അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി നമ്മുടെ സുരേഷ് ഗോപി കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അതിരാവിലെ തന്നെ ഏകദേശം 2 മണിക്കൂർ മുമ്പ് തന്നെ അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ മുഹമ്മദ് റിയാസും ഈ കല്യാണത്തിൽ സാക്ഷിയാവാൻ വേണ്ടി ഗുരുവായൂർ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. കല്യാണത്തിൻ്റെ ഏതാനും ചില കർമ്മങ്ങൾ കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജയറാം.
ജയറാമിൻ്റെയും പാർവതിയുടെയും മകനായ കാളിദാസ് ജയറാം ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രണയ സാഫല്യം നേടിയിരിക്കുകയാണ്. ഇപ്പോൾ 3 തവണ ഗുരുവായൂരപ്പനെ വലം വയ്ക്കുന്ന ചടങ്ങുകൾക്കാണ് ഗുരുവായൂർ അമ്പലം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ നിങ്ങൾക്ക് ചക്കിയുടെയും അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെയും നിങ്ങൾക്ക് സ്റ്റേജിൽ തന്നെ കാണാം. എല്ലാവരും തന്നെ അണിനിരന്ന വലിയ ഒരു ചടങ്ങ് തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഇന്ന്. തീർച്ചയായിട്ടും അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാം കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഗുരുവായൂർ അമ്പലത്തിൽ അത്യപൂർവമായ ഒരു തിരക്കിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. താരപുത്രനായ കാളിദാസ് ജയറാമിൻ്റെ ഫാൻസും അതുപോലെ തന്നെ മലയാളത്തിലെ എക്കാലത്തെയും കുടുംബ പ്രേക്ഷകരുടെ ഹീറോയായ നമ്മുടെ ജയറാമിൻ്റെ ഫാൻസും എല്ലാം തന്നെ ഇവിടെ തട്ടിച്ചു കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഏതാനും വർഷങ്ങൾക്കൊടുവിൽ നമ്മുടെ കാളിദാസ് ജയറാമിന് പ്രണയസഖിയായി അദ്ദേഹത്തിൻ്റെ താരിണിയെ ഇന്ന് സ്വന്തമായി ലഭിച്ചിരിക്കുകയാണ്. മലയാളത്തിൽ എക്കാലത്തെയും നമ്മുടെ പ്രണയ ജോഡിയായി നമ്മൾ കരുതിയിരുന്ന പാർവതി ജയറാം ഇപ്പോൾ ഇതാ അതുപോലെ തന്നെ കാളിദാസ് താരിണി ഫാഷൻ രംഗത്ത് തൻ്റേതായ ഒരു സ്ഥാനം അരക്കിട്ടുറപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ താരിണി എന്ന് പറയുന്ന ഫാഷൻ ഡിസൈനർ. അതുപോലെ തന്നെ മലയാളത്തിലായാലും തമിഴിലായാലും അതുപോലെ തന്നെ തെലുങ്കിലായാലും തൻ്റെ സ്ഥാനം ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിക്കാൻ നമ്മുടെ കാളിദാസ് ജയറാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ തമിഴിലും മലയാളത്തിലും എല്ലാം പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതുമുഖ നടനാണ് നമ്മുടെ കാളിദാസ് ജയറാം. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വധുവായ താരിണിക്കും എല്ലാവിധ മംഗള ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്. 1992 സെപ്റ്റംബർ 7 വലിയ ഒരു ആരവത്തോടു കൂടി ഇതേ അമ്പലനടയിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ജയറാം പാർവതിയുടെ കൈ പിടിച്ചത്. അതേ അമ്പലനടയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ കാളിദാസ് ജയറാം ഇന്ന് ഡിസംബർ 8 2024 തൻ്റെ വധുവായി താരിണിക്ക് അതുപോലെ തന്നെ പ്രണയ സാഫല്യം നേടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും 2 പേർക്കും മംഗള ആശംസകൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.